അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടായിട്ട്. ഫംഗ്ഷൻസ് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ വേണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ മാറ്റി ഗ്രൂപ്പ് ചെയ്ത് എഴുതുന്നതിനെ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുക. ഫംഗ്ഷൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത് അത് നമുക്ക് റിപ്പീറ്റേറ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഫംഗ്ഷന് രണ്ട് പാർട്സ് ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ കോളും ഉണ്ടാവും. സോ ഫംഗ്ഷൻ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഒരു ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടാവും, ഒരു ഫംഗ്ഷൻ്റെ പേരുണ്ടാവും, അപ്പോൾ ഞാൻ അതിൽ ഫണ്ട് കൊടുക്കണം, പിന്നെ അതിൽ ബ്രാക്കറ്റ്സ് ഉണ്ടാവും, പരാന്തസിസ് ഉണ്ടാവും, പിന്നെ ഒരു കോളൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇൻസൈഡ് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉണ്ടാവും. ദെൻ അടിയിൽ ഈ ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മളതിനെ ഇങ്ങനെ എഴുതും. ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി 1 to 5 എന്ന് പറയുന്ന ലൈനിൽ ആദ്യത്തെ 4 ലൈനും ഡെഫിൻ്റെയാണ്. 5ാമത്തെ ലൈൻ എത്തുമ്പോഴാണ് ഒരേ ലൈൻ ഡെഫിൻ്റെ അതേ ലൈനിൽ ഫണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ആദ്യം എക്സിക്യൂട്ട് ആവും. ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് കണ്ടാൽ തന്നെ മിഷൻ മനസ്സിലാക്കും എന്ത് അതിൽ. അപ്പോൾ ഞാൻ ഇതിലൊരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എഴുതുവാണേ. A equal to 5, B is equal to 10, C is equal to A plus B. Print A അല്ല print C. ഓക്കെ, ഇതിൽ ഞാൻ ഇത്രയും ലൈൻസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിലെഴുതിയ 6 ലൈൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അതായത് ആദ്യത്തെ 5 ലൈനുകളും ഡെഫിൻ്റെ മാത്രം അവകാശപ്പെട്ട സാധനം. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എഴുതിയത്. ഫണ്ട് എന്ന് പറഞ്ഞ സാധനം ഡെഫിൻ്റെ സെയിം ലൈനാണ്. ദാറ്റ് മീൻസ് ഇത് സെയിം ലൈൻ. സോ അത് ഫംഗ്ഷൻ കോളാണ്. ഈ ഫംഗ്ഷൻ അപ്പോൾ എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് അറിയണം. ആദ്യം ഒന്നത്തെ ലൈൻ എത്തുമ്പോൾ മെഷീന് മനസ്സിലാവും ഇറ്റ്സ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. 5 ലൈനും സ്കിപ്പ് ചെയ്ത ശേഷം 6ാമത്തെ ലൈൻ എത്തുമ്പോൾ ദേ വിൽ ഫൈൻഡ് ഒരു ഫംഗ്ഷൻ കോൾ കാണും. സോ അഗെയിൻ ഗോ ടു ദ ഫസ്റ്റ് ലൈൻ, ദെൻ ഗോ ടു ദ സെക്കൻഡ് വൺ, ദെൻ ഗോ ടു ദ തേർഡ്, ദെൻ ഗോ ടു ദ ഫോർ, ദെൻ ഗോ ടു ദ 5. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സീഡ് ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താവായിരുന്നു, ഇത് ചെറിയൊരു ചേഞ്ച് വരുമായിരുന്നു. അപ്പോൾ ഞാനിതിൽ റിട്ടേൺ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ റിട്ടേൺ ചെയ്യാണ്. ആ സി വാല്യൂ റിട്ടേൺ ചെയ്യുമ്പോൾ എവിടെ സ്റ്റോർ ആവണം? ഇവിടെ വാല്യൂ തിരിച്ച് വരുമ്പോൾ അത് സേവ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ടാവണം. അപ്പം ഞാനിവിടെ കെ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? ഈ വാല്യൂ, അതായത് തിരിച്ചു തന്ന റിട്ടേണിലൂടെ തിരിച്ചു തന്ന സിയുടെ വാല്യൂ ആര് സ്റ്റോർ ചെയ്യുന്നുണ്ട്? കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇങ്ങനെയും നമുക്ക് എഴുതാം. അപ്പോൾ എന്തുണ്ടാവും? 5 കഴിഞ്ഞ് നേരെ സ്റ്റോപ്പ് ചെയ്യില്ല. 5 കഴിഞ്ഞ നേരെ എഗെയിൻ എവിടേക്ക് വരും? 6ലേക്ക് വരും. ഇങ്ങനെ ആയിരിക്കും പോവുക. ബേസിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ വർക്കിംഗ് നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫംഗ്ഷൻ കോളിലേക്ക് തിരിച്ചു വരിക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പണി നിർത്തും. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് തന്നെ മോഡ്യൂൾസിനെ കുറിച്ചാണ്. മോഡ്യൂൾ എന്ന് പറയുന്നത് കുറേ പ്രോഗ്രാംസ്, നിങ്ങളൊരു ഫോൾഡർ വിചാരിക്കുക. ഓക്കെ, ഫോൾഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ഒരുപാട് ഫോൾഡേഴ്സുകളുണ്ട്. ഫോൾഡേഴ്സിനുള്ള ഒരുപാട് ഡീറ്റെയിൽസുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും ഫോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ മോഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫയൽ ഉണ്ട്. ആ ഫയലിൽ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻബിൽറ്റ് ഫംഗ്ഷൻസുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് മിഷൻ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മെയിൻലി ഉണ്ടാക്കിയത് എന്തിനാണ്? റീറൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു സാധനം ഭയങ്കര ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് കോഡ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡ്യൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ദെൻ അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വൈ യൂസ് മോഡ്യൂൾസ്, മെയിൻലി കോഡ് റീയൂസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നെയിം സ്പേസ്, അതായത് അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ അവോയ്ഡ് ചെയ്യാൻ, നെയിം വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 4 തരത്തിലുള്ള മോഡ്യൂൾസുകളെയാണ്. ഒന്ന് മാത്ത് മോഡ്യൂൾ, പേരുന്നത് നിങ്ങൾക്കറിയാം. മാത്ത് മോഡ്യൂൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് മാത്ത് മോഡ്യൂൾ. മോഡ്യൂൾസ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് എ കീബോർഡ് കോൾ ഇമ്പോർട്ട്. ഇമ്പോർട്ട് പറഞ്ഞാൽ കീബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മോഡ്യൂൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രോഗ്രാമിൽ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൽ നോക്കുക. അതിൽ ചെയ്യുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഞാൻ എൻ്റെ ഓൺലൈൻ കമ്പൈലറിൽ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വിചാരിക്കും. സോ ഇമ്പോർട്ട് മാത്ത്, ബിക്കോസ് മാത്ത് പറഞ്ഞ മോഡലാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? നം ഈക്വൽ ടു 25 എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മാത്ത് ഡോട്ട് SQRT. SQRT എന്ന് പറഞ്ഞൊരു മാത്ത് ഡോട്ട് SQRT എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ്. മാത്ത് എന്ന് പറഞ്ഞ മോഡ്യൂളിൽ നിന്ന് SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം 2 വാല്യൂസ് വേണം അല്ലേ. അതായത് 2⁻³ എന്ന് പറഞ്ഞാൽ 2 എന്ന് ബേസും 3 എന്ന് പറയുന്നത് എക്സ്പോണൻറ്റും ആവും അല്ലേ. സോ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് മാത്ത് ഡോട്ട് പവർ ഉണ്ട്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇടയിലുള്ള F
ഈ കോൺസെപ്റ്റ് കണ്ട് പേടിക്കേണ്ട. എഫ് എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഫോമാറ്റഡ് സ്ട്രിങ്സ് എന്നാ പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ അതുപോലെ കറക്റ്റായിട്ട് പ്രിന്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് എഫ് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കണ്ട് പേടിക്കേണ്ട. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ അത് പ്രിന്റായി ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത് നോക്കണ്ട, ജസ്റ്റ് എങ്ങനെ പവർ ചെയ്യാം, മാത് ഡോട്ട് പവർ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പവർ കണ്ടുപിടിക്കാം. സീൽ ഫ്ലോർ എന്ന് പറഞ്ഞ രണ്ട് സാധനമുണ്ട്. അതെന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നമ്പറിന്റെ സീൽ വാല്യൂ ഫ്ലോർ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറയാം. അതായത് സീൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് വാല്യൂ 4.7 നമുക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ എത്ര വരാം. അതേപോലെ ഫ്ലോർ വാല്യൂ പറഞ്ഞാൽ എന്തായിരിക്കും, നിലം അല്ലേ, തറ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതേപോലെ തന്നെ 4.7 ഏറ്റവും ബേസ് വാല്യൂ ആയിരിക്കും പോവുക. ഇനി ഫാക്ടോറിയൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 5 ഫാക്ടോറിയൽ എത്രയാണ് 120 അല്ലേ. അതിനൊക്കെ ഇഷ്ടംപോലെ ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഉണ്ട്. ഇനി മാത്ത് ഡോട്ട് പൈന്ന് എഴുതി കൊടുത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ 3.14 ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2 റേസ് ടു ദ പവർ 3 എന്ന് പറയുന്നത് 8 ആണ്. സീൽ ഓഫ് 4.7 എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം 4.7 നമ്മൾ റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. 4.7 നമ്മൾ ഫ്ലോർ ചെയ്താൽ ഒന്ന് താഴത്തേക്ക് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 4 കിട്ടും. ഫാക്ടോറിയൽ 5 എന്ന് പറഞ്ഞാൽ 120 ആണ്. 3.14 പൈൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അറിയാം അല്ലേ, നമുക്ക് ഈ അറിയുന്ന കാര്യങ്ങൾ തന്നെ മാത്തിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കണ്ടെടുത്താൽ മാത്രം മതി. യൂസിങ് ദ ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. സോ മാത്ത് കോൺസെപ്റ്റ് മനസ്സിലായോ? അടുത്തത് റാൻഡം മൊഡ്യൂളാണ്. പേര് തന്നെ അറിയാം, റാൻഡം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ക്ലാസ്സിൽ ഒരാളത്ത് റാൻഡംലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, എനിക്കൊരു പാറ്റേൺ ഉണ്ടാവില്ല, ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വിളിക്കേണ്ടത്. അതേപോലെ പ്രോഗ്രാമിൽ നമുക്ക് ഒരു റാൻഡം ആയിട്ടൊരു വാല്യൂ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് റാൻഡം മൊഡ്യൂൾ. അപ്പോൾ നമുക്കറിയാം, ഒരു ഡയസ് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ ഇന്ന വാല്യൂ വരുമെന്ന്? ഇല്ല. 6 ഏത് വേണമെങ്കിൽ വരാം. സോ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിന് ആ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് കമ്പ്യൂട്ടർ തന്നെ റാൻഡംലി വാല്യൂസ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ റാൻഡമിന് 4 ഫംഗ്ഷൻസ് ആണത്. ഒന്ന് റാൻഡം ഡോട്ട് റാൻഡം, റാൻഡം ഡോട്ട് റാൻഡിറ്റ്, റാൻഡം ഡോട്ട് ചോയ്സ്, റാൻഡം ഡോട്ട് ഷഫിൾ. പേരുകൾ തന്നെ ഇത് ഡിഫറെൻ്റ് ആണ്. പേര് പറഞ്ഞുതരാം. റാൻഡം ഡോട്ട് റാൻഡം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 0 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂസ് വരുന്നത് 0.0, അതായത് 0.0 to 1.0 എന്നുള്ള ഇടയിലുള്ള ഏത് വാല്യൂസ് വേണമെങ്കിൽ മെഷീൻ സ്വീകരിക്കാം. ഇനി ഞാൻ എൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എനിക്ക് 0.8 കിട്ടി, വേറൊരാൾ അതേ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് റാൻഡം വിൽ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈം. ഓരോ ടൈമിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുക. റാൻഡ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂസിൻ്റെ റേഞ്ചിലുള്ള വാല്യൂ ഇൻറ്റിജർ വാല്യൂ നമുക്ക് കിട്ടും. ഒന്നിനും വ്യത്യാസം പറയാം. റാൻഡമിൽ ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആണ് കിട്ടുക, റാൻഡിൽ ഇൻറ്റിജർ വാല്യൂസ് ആണ് കിട്ടുക. അതുപോലെ തന്നെ ഇൻറ്റിജറിൽ നമ്മൾ കൊടുക്കുന്ന റേഞ്ചിൻ്റെ ഇടയിലുള്ള വാല്യൂസ് മാത്രമാണ് കിട്ടുക. റാൻഡം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 0.0 to 1.0 ഉള്ളിലെ വാല്യൂസ് മാത്രമേ തരുള്ളൂ. ഓക്കെ. ഇനി റാൻഡം ഡോട്ട് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ കൊടുത്ത സീക്വൻസ് ഓഫ് വാല്യൂസിൻ്റെ ഇടയിൽ ഒരാളെ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഞാനിവിടെ ഒരു റെഡ്, ബ്ലൂ, ഗ്രീൻ ബോൾ വെച്ചിട്ടുണ്ട്. നിങ്ങളോട് ചൂസ് ചെയ്യും, ചോയ്സ് നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നുണ്ടാവും. അതും എനിക്ക് പറയാൻ പറ്റില്ല, ഡിപ്പെൻസ് ഓൺ ഈച്ച് പേഴ്സൺ. ഓരോരുത്തർ ഇൻട്രസ്റ്റ് മാറുന്നതനുസരിച്ച് മാറും. അതേപോലെ തന്നെ ചോയ്സ് വർക്ക് ചെയ്യുന്നത്. ഷഫിൾ എന്തായിരിക്കും, എനിക്ക് എൻ്റെ ഓർഡർ മൊത്തത്തിൽ ഷഫിൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റാൻഡംലി ചെയ്യുന്നത് ആരാണ്, റാൻഡം എന്ന് പറഞ്ഞ മോഡ്യൂളാണ്. അത് ചെയ്യുമ്പോഴും ആസ് പെർ ഞാൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ട് റാൻഡം എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ അതിന് ചെറിയൊരു ഫംഗ്ഷൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഇമ്പോർട്ട് റാൻഡം ഇത് ഫംഗ്ഷൻ എടുത്തു, എനിക്ക് റാൻഡം ആയിട്ടുള്ളൊരു വാല്യൂ ജനറേറ്റ് ചെയ്യണം 0 to 1 ഇടയിൽ. ഓക്കെ. അത് ഞാൻ യൂസ് ചെയ്ത് റാൻഡം ഡോട്ട് റാൻഡം എന്ന ഫംഗ്ഷനാണ്. ഇനി എനിക്ക് ഇൻറ്റിജർ 1 to 10 ഉള്ളിലുള്ള വാല്യൂസാണ് പ്രിൻ്റ് ആവേണ്ടത് വെച്ചാൽ റാൻഡംലി ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റാൻഡം ഡോട്ട് റാൻഡിൻ്റെ യൂസ് ചെയ്ത് ഇവിടെ കാണാണ്ട് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ. ഇനി ഇതൊന്ന് എനിക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം എന്നുണ്ടെങ്കിൽ റാൻഡം ഡോട്ട് ചോയ്സ് ഓഫ് കളേഴ്സ് എന്ന് കൊടുത്തു. ഇനി എനിക്കൊരു നമ്പർ 1 2 3 4 5 ഉണ്ട്. ഷഫിൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ വാല്യൂ കിട്ടുമോ? കിട്ടില്ല. ജസ്റ്റ് ഞാനൊന്ന് അതിൽ ഒരു റാൻഡംലി ഷഫിൾ ഒന്ന് ഞാൻ മാറ്റി എഴുതണ്ടേ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇത് നമുക്ക് ആവശ്യമില്ല, സാമ്പിൾ ആവശ്യമില്ല, അത് ഞാൻ കളയാം. ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ക്യാൻ യു സി, റാൻഡം ഫ്ലോട്ട് എന്ന് പറയുന്നത് 0.017 എന്നുള്ളൊരു വാല്യൂ ആണ്. 1 to 10 5 കിട്ടി, റാൻഡം കളറിൽ നമ്മൾ റെഡ് കിട്ടി, ഷഫിൾ ചെയ്തപ്പോൾ 4123 ആയി. ഞാൻ അത് ജസ്റ്റ് ഒന്നുകൂടി റൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും വാല്യൂ ആകെ അടപടലം ചേഞ്ച് ആയി അല്ലേ, അതായത് മൊത്തത്തിൽ ചേഞ്ച് ആയി. അപ്പോൾ റാൻഡം എന്ന് പറയുന്നത് റാൻഡംലി ആണ്. ഈവൻ എൻ്റെ സിസ്റ്റത്തിൽ ഞാനിങ്ങനെ 2 പ്രാവശ്യം മാറ്റുമ്പോൾ പോലും ആൻസർ ഈസ് ഡിഫറെൻറ്റ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇറ്റ്സ് റാൻഡംലി ഗിവ് യു വാല്യൂസ് ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻസ് യു ഹാവ് ഗിവൺ. യു ആർ ഗിവിങ് എന്നാണ് കൊടുക്കുന്നത് അനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അതാണ് റാൻഡം ഫംഗ്ഷൻ, റാൻഡം മൊഡ്യൂൾ എന്നുള്ള
മോഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ വരയ്ക്കുമ്പോഴും ഗ്രാഫ് വരയ്ക്കുമ്പോഴൊക്കെ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് വാരിയൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീൻ ചെയ്താൽ മീൻ കിട്ടും, സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീഡിയൻ ചെയ്താൽ മീഡിയൻ കിട്ടും, സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മോഡ് ചെയ്താൽ മോഡ് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് STDV കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീവിയേഷൻ കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 10, 20, 20, 40, 50 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മീൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും. ഇതെല്ലാം കൂട്ടി ബൈ 5 ചെയ്താലാണെങ്കിൽ മീൻ കിട്ടുക അല്ലേ. മീഡിയം എന്ന് പറഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന ആൾ, അപ്പോൾ ആരായിരിക്കും 20 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ. നമുക്കറിയാം ഇതിൽ 20 ആണ്, അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 20 ആണ്. നോക്കാം നമുക്ക് കിട്ടുമെന്ന്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല ഉണ്ട്, അത് അതേപോലെ വർക്ക് ആയിക്കോളും. ഓക്കെ, സോ മീൻ പറയുന്നത് 28 ആണ്, മീഡിയൻ നമ്മൾ പറഞ്ഞ പോലെ 20 കിട്ടി, മോഡ് ഓൾസോ വി ഗോട്ട് 20. സോ ആസ് പെർ നമ്മുടെ മാത്തമാറ്റിക് നോളജ് വെച്ചിട്ട് തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, സോ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്സ് മോഡ്യൂളാണ്. ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡ്യൂൾ എന്ന് പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം, അല്ലെങ്കിൽ ഒരു ടൈം, ഇന്നത്തെ കറൻറ്റ് ടൈം എത്രയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത് നമ്മൾ ഫ്രം ഡേറ്റ് ടൈം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഓക്കെ, മോഡ്യൂളുണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് പറഞ്ഞാൽ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞ മോഡ്യൂളും ടൈം ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡ്യൂളും. അത് ജസ്റ്റ് എല്ലാം നോക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ ഉണ്ട്. അതേപോലെ നമുക്ക് അതുപോലെ ടുഡേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ കറണ്ട് ഡേറ്റ് കിട്ടും. ടൈം കൂടി കിട്ടണമെങ്കിൽ നവ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസുകളുണ്ട്. എല്ലാം എന്ന് അറിയേണ്ട, നവ് എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ജസ്റ്റ് ഞാനതൊന്ന് കുറച്ചെണ്ണം മാത്രം കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം, ഈ 2 മാത്രം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ ഇതൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ അല്ല, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിങ്ങനെ 12 എന്നുള്ള രീതിക്ക് അങ്ങനെ വാല്യൂ വന്നു. ഓക്കെ, അപ്പോൾ മോഡ്യൂൾസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി വിചാരിക്കുന്നു. മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കുറേ ഫംഗ്ഷൻസ്, റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ കൂട്ടിയൊരു ഫോൾഡർ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ മോഡ്യൂൾ. മോഡ്യൂളിൽ ഇമ്പോർട്ട്, അതായത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ കീവേഡ് വെച്ച് മാത്രമേ നമുക്ക് മോഡ്യൂൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഓക്കെ.